പെൺകുട്ടികളായിരിക്കും, ഞങ്ങൾ ഇത് ബാധിക്കില്ല എന്ന് ചിന്തിക്കാം. പക്ഷേ ഇന്ന് ഏറ്റവും അധികം ലഹരിയുമായി ഇടപെടുന്നത് പെൺകുട്ടികളാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുക. ആൺകുട്ടികളെക്കാളും ഒപ്പം തന്നെ പെൺകുട്ടികളും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്, ലഹരിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ട്, ലഹരിയുടെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെയൊക്കെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അവർ നമുക്കായി കാത്തിരിപ്പുണ്ട്. വലിയ പ്രതീക്ഷയുടെ വലിയ സ്വപ്നങ്ങളോടെ നമ്മൾ കാത്തിരിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് അവരുടെ സ്വപ്നങ്ങൾ പൂണിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ട് നമ്മൾ ഇവിടെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ, ലഹരി എന്ന് പറയുന്ന സാധനം MDMA എന്ന് പറയുന്നത് പഞ്ചസാര പോലത്തെ ഒരു തരിയാണ്. അത് ഒരു ഗ്രാമിന് 10,000 രൂപ വിലയുള്ള സാധനമാണത്. ആ സാധനമാണ് ഏജന്റുമാർ വഴി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുക. അതിൽ ഒരു തരി എടുത്ത് നമ്മൾ നാവിൽ വെച്ചാൽ അത് നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു പോയാൽ 24 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ലഹരി നിൽക്കുന്നത് മാത്രമല്ല, ഒറ്റ പ്രാവശ്യം ഉപയോഗം കൊണ്ട് നമ്മൾ അതിന് അഡിക്റ്റായി മാറും. അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് അടിമയായി തീർന്നു അല്ലേ. അടിമയായി എന്ന് പറയാൻ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള പ്രേരണ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് സാമ്പിളായി പോലും ഇത്തരം സാധനം നമ്മുടെ ജീവിതത്തിൽ കയറ്റരുത്, ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കരുത് എന്ന് നമ്മൾ തന്നെ തീരുമാനമെടുക്കുക. ശക്തമായ തീരുമാനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. കാലം അത്തരത്തിൽ വലിയ ചതിക്കുഴികളിൽ പെട്ടുപോകുന്ന അവസ്ഥകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. ഏത് സമയവും ഏത് സാഹചര്യത്തിലും നമ്മൾ കാണാത്ത വ്യക്തികൾ, നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്കായി മാറുക. അതുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. പ്രായം ഏറി വരുന്നതനുസരിച്ച് തീരുമാനങ്ങൾ, പക്വതയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും നമ്മളെ ആരെയും ഒന്നും ചെയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ ക്യാമ്പസ് ഒക്കെ അത്തരത്തിലായി മാറണമെന്ന് സിസ്റ്റർ ആഗ്രഹിക്കുന്നു. ഒരു ക്യാമ്പസിൽ ഒന്നും ചെയ്യരുത്. നിങ്ങളായിട്ട് നമ്മുടെ ഈ ക്യാമ്പസിനും നമ്മുടെ സ്കൂളുകൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും ഒന്നും പേരുദോഷം ഉണ്ടാക്കാൻ ഇടയാവാതിരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തുടർന്ന് നല്ല ക്ലാസ്സുകളും പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ മാജിക് ഷോയിലൂടെ നമ്മുടെ ജോയ് സാറൊക്കെ നടത്തുന്നു. നമ്മുടെ സെന്റ് ജോർജ് സ്കൂളൊക്കെ നടത്തിയതാണ്.